എല്ലാവർക്കും നമസ്കാരം. ശ്രീമൻ നാരായണീയം ദശകം 5 ശ്ലോകം 6. സോഹം ച ത്രിഗുണക്രമാത്രിവിധതാം ആസാദ്യ വൈകാരികോ ഭൂയസ്തൈജസതാമസൗ ഇതി ഭവാൻ ആദ്യേന സത്വാത്മനാ ദേവാനിന്ദ്രിയമാനിനോ കൃതദിശാ വാദാർക്കപാശ്യാശ്വിനോ വഹ്നീന്ദ്രാച്യുതമിത്രകാൻ വിധുവിധി ശ്രീരുദ്രശാരീരകാൻ. സഹ അഹം ച ത്രിഗുണക്രമാത് ത്രിവിധതാം ആസാദ്യ വൈകാരികഃ ഭൂയഃ തൈജസ താമസൗ ഇതി ഭവാൻ ആദ്യേന സത്വാത്മനാ ദേവാൻ ഇന്ദ്രിയമാനിനഃ അകൃത ദിശാ വാദ അർക്ക പാശ്യ അശ്വിനോ വഹ്നി ഇന്ദ്ര അച്യുതമിത്രകാൻ വിധു വിധി ശ്രീരുദ്ര ശാരീരകാൻ. അർത്ഥം: ഈ 5ാമത്തെ ദശകത്തിലെ ആദ്യത്തെ 5 ശ്ലോകങ്ങളിലായിട്ട് ആ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി രഹസ്യത്തെക്കുറിച്ചാണ് മേൽപ്പത്തൂർ പറഞ്ഞു വെക്കുന്നത്. അതായത് ഭഗവാനിൽ തന്നെ ലയിച്ചു കിടന്നിരുന്ന, ലീനമായി കിടന്നിരുന്ന മായ ഉണർന്ന് മായയുടെ ത്രിഗുണാത്മകമായ മഹത്തത്വം, മായയിൽ നിന്നും മഹത്തത്വം ഉണ്ടായി സത്വഗുണ പ്രധാനമായിട്ട് നിർവികൽപമായ അഹം എന്ന ആ ബോധത്തെ സൃഷ്ടിച്ചു. അതാണ് മഹത്തത്വമായി നമ്മൾ കണ്ടത്. അതിനുശേഷം അതിൽ തന്നെ തമോ ഗുണം പ്രധാനമായിട്ട്, തമോ ഗുണം കൂടി നിൽക്കുന്ന അവസ്ഥയിൽ സവികൽപമായ ബോധം, അതായത് അഹങ്കാര തത്വത്തെയും സൃഷ്ടിച്ചു. ആദ്യത്തെ 5 ശ്ലോകങ്ങളിലായിട്ട് നമ്മൾ കണ്ടത് അതാണ്. ഇനി 6ാമത്തെ ശ്ലോകത്തിൽ സഹ അഹം ച എന്ന് വെച്ചാൽ ആ അഹങ്കാര തത്വമാകട്ടെ, ഇപ്പൊ അഹങ്കാര തത്വം ഉണ്ടായി, ഈ അഹങ്കാര തത്വമാകട്ടെ ത്രിഗുണക്രമാത്ത്, അതായത് സത്വരജ തമോ ഗുണങ്ങളുടെ ക്രമമനുസരിച്ച് ത്രിവിധതാം ആസാദ്യ 3 വിധത്തിലുള്ള അവസ്ഥയെ പ്രാപിച്ചു എന്ന്. ഈ അഹങ്കാര തത്വം തന്നെ 3ആയി പിരിഞ്ഞു എന്ന്. സത്വരജ തമോ ഗുണങ്ങളുടെ ക്രമത്തിനനുസരിച്ച് ഈ അഹങ്കാര തത്വം തന്നെ 3 വിധത്തിലായി പിരിഞ്ഞു. അതാണ് 3 വിധത്തിൽ എന്ന അവസ്ഥയെ പ്രാപിച്ചു എന്ന് പറയുന്നത്. ഇനി അവ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. വൈകാരികഃ ഭൂയഃ തൈജസ താമസൗ ഇതി ച ഭവാൻ. അതായത് വൈകാരികം എന്നാൽ സാത്വികമായ അഹങ്കാരം, തൈജസ എന്നാൽ രാജസികമായ അഹങ്കാരം, താമസികമായ അഹങ്കാരം എന്നും ഇന്ന് 3ആയി അത് 3ആയി പിരിഞ്ഞുകൊണ്ടുള്ള അവസ്ഥയെ പ്രാപിച്ചു. അപ്പോൾ അഹങ്കാര തത്വം തന്നെ 3ആയി പിരിഞ്ഞു. സത്വരജ തമോ ഗുണങ്ങൾക്കനുസരിച്ച് സാത്വികമായ അഹങ്കാരമെന്നും രാജസികമായ അഹങ്കാരമെന്നും താമസികമായ അഹങ്കാരമെന്നും 3ആയി പിരിഞ്ഞു. ആദ്യേന സത്വാത്മന, അതിൽ ആദ്യത്തെ സാത്വികമായ അഹങ്കാരമാണ്. ആ സാത്വിക അഹങ്കാരത്തിൽ നിന്നും ആരൊക്കെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നാണ് ഇനി പറയുന്നത് കേട്ടോ. അതാണ് ആദ്യേന സത്വാത്മന, സാത്വിക അഹങ്കാരത്തിൽ നിന്നും ദിശാവാദാർക്ക പാശ്യ അശ്വിനഃ, അതായത് ദിക്ക്, വായു, ആദിത്യൻ, വരുണൻ, അശ്വിനി ദേവന്മാരും സൃഷ്ടിക്കപ്പെട്ടു. ആദ്യത്തെ സാത്വിക അഹങ്കാരത്തിൽ നിന്നും ദിക്ക്, വായു, ആദിത്യൻ സൂര്യദേവൻ, വരുണൻ എന്നാൽ ജലദേവൻ, അശ്വിനി ദേവന്മാരും ഈ 5 ദേവന്മാരും സൃഷ്ടിക്കപ്പെട്ടു. ഇനി അത് മാത്രമല്ല, വഹ്നി ഇന്ദ്ര അച്യുതമിത്രകാൻ, വഹ്നി അഗ്നി, ഇന്ദ്രൻ, ഉപേന്ദ്രൻ, മിത്രൻ, പ്രജാപതി എന്നിവരും സൃഷ്ടിക്കപ്പെട്ടു. ഇനി വിധു, വിധി, ശ്രീരുദ്ര ശാരീരകാൻ, അതായത് വിധു എന്നാൽ ചന്ദ്രൻ, വിധി ബ്രഹ്മദേവൻ, ശ്രീരുദ്രൻ, ശാരീരകാൻ ക്ഷേത്രജ്ഞന്മാർ, ഇവരും സൃഷ്ടിക്കപ്പെട്ടു. അപ്പൊ ആദ്യത്തെ സാത്വിക അഹങ്കാരത്തിൽ നിന്നും ഇത്രയും ദേവന്മാർ സൃഷ്ടിക്കപ്പെട്ടു. ഇന്ദ്രിയമാനിനഃ, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാതാക്കളായിട്ടുള്ള ദേവാൻ അകൃതഃ, ഈ ദേവന്മാർ അവിടെ സൃഷ്ടിക്കപ്പെട്ടു എന്ന്.
അപ്പൊ അഹങ്കാരതത്വം തന്നെ മൂന്നായി പിരിഞ്ഞു. സാത്വികാഹങ്കാരം, രാജസികാഹങ്കാരം, താമസികാഹങ്കാരം. അതിൽ ആദ്യത്തെ സാത്വികാഹങ്കാരത്തിൽ നിന്നും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ദേവന്മാരാണ് സൃഷ്ടിക്കപ്പെട്ടത്. അവരെയാണ് ഇവിടെ പറയുന്നത് ആ സാത്വികാഹങ്കാരത്തിൽ സൃഷ്ടിക്കപ്പെട്ട ദേവന്മാർ. അപ്പൊ ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങൾ അഞ്ചെണ്ണം, കർമ്മേന്ദ്രിയങ്ങൾ അഞ്ചെണ്ണം, പിന്നെ അന്ധകരണ വൃത്തികൾ, അവയാണ് പ്രധാനമായിട്ട് പറയുന്നത്. അതിലെ ആദ്യത്തെ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പോൾ ചെവി, ത്വക്ക്, കണ്ണ്, നാക്ക്, മൂക്ക്, ഇവയാണ് പഞ്ചേന്ദ്രിയങ്ങൾ. ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് ചെവി, ത്വക്ക്, കണ്ണ്, നാക്ക്, മൂക്ക്, ഇവയാണ്. ഇവയുടെ ദേവന്മാർ എന്ന് പറയുന്നത് ദിക്ക്. അതേ ക്രമത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ ദിക്ക്, വായു, അർക്കൻ, പാശി എന്ന് വെച്ചാൽ വരുണൻ, അശ്വിനി ദേവന്മാർ, ഇവരാണ് നിയന്ത്രിക്കുന്നത്. അതായത് ചെവി, ത്വക്ക്, കണ്ണ്, നാക്ക്, മൂക്ക്, അത് ദിക്ക്, വായു, അർക്കൻ, വരുണൻ, അശ്വിനി ദേവന്മാർ. ഈ ദേവന്മാരാണ് ജ്ഞാനേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത്, ജ്ഞാനേന്ദ്രിയങ്ങളുടെ അധിഷ്ഠാതാക്കളായിട്ടുള്ള ദേവന്മാർ. ഇനി കർമ്മേന്ദ്രിയങ്ങൾ പറയുകയാണെങ്കിൽ വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥ, ഇവയാണ് കർമ്മേന്ദ്രിയങ്ങൾ. ഈ കർമ്മേന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവന്മാർ വഹ്നി എന്ന് വെച്ചാൽ അഗ്നി ദേവൻ, ഇന്ദ്രൻ, അച്യുതൻ, മിത്രൻ, പ്രജാപതി, ഇവരാണ് കർമ്മേന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവന്മാരായി പറയുന്നത്. ഇനി അന്ധകരണ വൃത്തികള് മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, ഇവ നാലുമാണ്. അവയുടെ ദേവന്മാർ ചന്ദ്രൻ, ബ്രഹ്മദേവൻ, രുദ്രൻ, ക്ഷേത്രജ്ഞന്മാർ, ഇവരാണ് അന്ധകരണ വൃത്തികളായിട്ടുള്ള മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, ഇവയുടെ അധിഷ്ഠാതാക്കളായിട്ടുള്ള ദേവന്മാർ. അപ്പൊ ആദ്യത്തെ സാത്വിക അഹങ്കാരത്തിൽ നിന്നും ഈ ദേവന്മാരാണ് സൃഷ്ടിക്കപ്പെട്ടത്. അതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. ശ്ലോകം 7. ഭൂമൻ മാനസബുദ്ധ്യഹങ്കൃതിമിള ചിത്താഖ്യവൃത്യാന്വിതം തച്ചാന്തകരണം വിഭോ തവ ബലാത് സത്വാംശ ഏവാസൃജത് ജാതസ്തൈജസതോ ദശേന്ദ്രിയഗണാ സ്തത്താമസാംശാത് പുനാ തന്മാത്രം നഭസോ മരുത്പുരപദേ ശബ്ദോ ജനീത്വദ്ബലാത്. ഭുമൻ മാനസബുദ്ധി അഹങ്കൃതിമിള ചിത്താഖ്യവൃത്യന്വിതം തത് ച അന്ധകരണം വിഭോ തവ ബലാത് സത്വാംശ ഏവ അസൃജത് ജാതഃ തൈജസതഃ ദശേന്ദ്രിയഗണഃ തത്താമ സാംശാത് പുനഃ തന്മാത്രം നഭസഃ മരുത്പുരപദേ ശബ്ദഃ അജനി ത്വദ്ബലാത്. അർത്ഥം: ഭൂമൻ, അലയോ ഭഗവാനെ, സർവവ്യാപിയായ ഭഗവാനെ, വിഭോ, തവ ബലാത്, അങ്ങയുടെ ആ അപാരമായ ശക്തിയാൽ, സത്വാംശ ഏവ, സാത്വിക അഹങ്കാരത്തിൽ നിന്ന്, മാനസ ബുദ്ധി അഹങ്കൃതി മിള ചിത്താഖ്യ വൃത്യാന്വിതം തത്, എന്നാൽ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം എന്ന വൃത്തികളോട് കൂടിയ അന്ധകരണത്തെയും, അന്ധകരണം ച അസൃജത്, അന്ധകരണത്തെയും സൃഷ്ടിച്ചത്. അല്ലയോ ഭഗവാനെ, സർവവ്യാപിയായ ഭഗവാനെ, അങ്ങയുടെ അപാരമായ ആ ശക്തിയാൽ ആ സാത്വിക അഹങ്കാരത്തിൽ നിന്നും മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം എന്നീ വൃത്തികളോട് കൂടിയ അന്ധകരണത്തെ സൃഷ്ടിച്ചു. ഇനി തൈജസതഃ ദശേന്ദ്രിയ ഗണഃ, അതായത് തൈജസ എന്നാൽ രാജസികമായ അഹങ്കാരത്തിൽ നിന്ന്, ദശേന്ദ്രിയ ഗണ എന്ന് വെച്ചാൽ 10 ഇന്ദ്രിയങ്ങളുള്ള, അതായത് 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും ചേർന്ന 10 ഇന്ദ്രിയങ്ങൾ ചേർന്ന ആ കൂട്ടം, ആ സമൂഹം സംജാതമായി. അപ്പൊ രാജസിക അഹങ്കാരത്തിൽ നിന്നാണ് കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും ചേർന്നിട്ടുള്ള 10 ഇന്ദ്രിയങ്ങളും ഉണ്ടായത്, സൃഷ്ടിക്കപ്പെട്ടു. മരുത്പുരപദേ, അല്ലയോ ഗുരുവായൂരപ്പ, ത്വദ്ബലാത്, അങ്ങയുടെ ആ അപാരമായ ശക്തിയാൽ, പുനഃ പിന്നീട്, തത്താമസംശാത്, അതായത് ആ താമസിക അഹങ്കാരത്തിൽ നിന്ന്, നഭസഹ ആകാശത്തിന്റെ തന്മാത്രയായിട്ടുള്ള ശബ്ദം അജനി സൃഷ്ടിക്കപ്പെട്ടു എന്ന്. അപ്പോൾ
അഹങ്കാര തത്വം തന്നെ മൂന്നായി പിരിഞ്ഞു: സാത്വികം, രാജസികം, താമസികം. അതിൽ സാത്വിക അഹങ്കാരത്തിൽ നിന്നും ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാതാക്കളായിട്ടുള്ള ദേവന്മാർ സൃഷ്ടിക്കപ്പെട്ടു എന്ന് കണ്ടു. ഇനി ആ സാത്വിക അഹങ്കാരത്തിൽ നിന്നും തന്നെയാണ് അന്ധകരണങ്ങൾ, അതായത് മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം എന്നീ 4 അന്ധകരണങ്ങളും ആ അന്ധകരണങ്ങളെ നിയന്ത്രിക്കുന്ന ദേവന്മാരും സൃഷ്ടിക്കപ്പെട്ടത്. എന്നാൽ ആ രാജസിക അഹങ്കാരത്തിൽ നിന്നും 10 ഇന്ദ്രിയങ്ങൾ, 5 പഞ്ചേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും ചേർന്ന 10 ഇന്ദ്രിയങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. പിന്നീട് ഭഗവാന്റെ അപാരമായ ആ ശക്തി വൈഭവത്താൽ തന്നെ താമസിക അഹങ്കാരത്തിൽ നിന്നും ആകാശത്തിന്റെ തന്മാത്രയായിട്ടുള്ള ശബ്ദം അവിടെ സൃഷ്ടിക്കപ്പെട്ടു. അങ്ങനെയാണ് പഞ്ചഭൂതങ്ങളുടെ സൃഷ്ടി നടക്കുന്നത്. അതാണ് ഇനി നമ്മൾ 8ാമത്തെ ശ്ലോകത്തിൽ കാണാൻ പോകുന്നത്. ശ്ലോകം 8. ശബ്ദാദ്വ്യോമ തദസസർജിത വിഭോ സ്പർശം തദോ മാരുതം തസ്മാദ്രൂപമദോ മഹോദചരസം തോയം ജഗന്ധം മഹീ. ഏവം മാധവ പൂർവകലനാത് ആദ്യാദ്യധർമാന്വിതം ബോധഗ്രാമമിമം ത്വമേവ ഭഗവൻ പ്രാകാശയസ്താമസാത്. ശബ്ദാത് വ്യോമ തതഃ സസർജിത വിഭോ സ്പർശം തതഃ മാരുതം തസ്മാത് രൂപം അധഃ മഹഃ അധ ച രസം തോയം ച ഗന്ധം മഹീം. ഏവം മാധവ പൂർവകലനാത് ആദ്യാദ്യ ധർമാന്വിതം ബോധഗ്രാമം ഇമം ത്വം ഏവ ഭഗവൻ പ്രാകാശയഃ താമസാത്. ഈ ശ്ലോകത്തിൽ പഞ്ചഭൂതങ്ങളുടെ സൃഷ്ടിയെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ 7ാമത്തെ ശ്ലോകത്തിൽ കണ്ടുവല്ലോ, ഏറ്റവും ആദ്യം താമസികമായ അഹങ്കാരത്തിൽ നിന്നും ആകാശത്തിന്റെ തന്മാത്രയായ ശബ്ദം സൃഷ്ടിക്കപ്പെട്ടു എന്ന്. ഇനി അതിൽ നിന്നും ബാക്കിയുള്ളത് എങ്ങനെയാണ് ഉണ്ടായത്? നമുക്കറിയാം, പഞ്ചഭൂതങ്ങള് ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, ഇവയാണ് പഞ്ചഭൂതങ്ങൾ. അപ്പൊ ഇവ എങ്ങനെയാണ് ക്രമമായിട്ട് ഇവയെല്ലാം ഉണ്ടായത് എങ്ങനെ? അതാണ് ഇപ്പൊ നമ്മൾ പറയുന്നത്. ആദ്യം ശബ്ദാത് വ്യോമ, ശബ്ദത്തിൽ നിന്നും, ആകാശ തന്മാത്രയായ ശബ്ദമാണ് ആദ്യം ഉണ്ടായത്. ആ ശബ്ദ തന്മാത്രയിൽ നിന്ന് വ്യോമ, ആകാശം സൃഷ്ടിക്കപ്പെട്ടു. തതഃ സ്പർശം, ആകാശത്തിൽ നിന്നും സ്പർശം എന്ന ഗുണവും, ആദ്യം ശബ്ദം എന്ന ഗുണമാണ് ഉണ്ടായത്, അതിൽ നിന്നും ആകാശമുണ്ടായി, പിന്നെ ആകാശത്തിൽ നിന്ന് സ്പർശമുണ്ടായി. അപ്പോൾ അധഃ മാരുതം, അതായത് ആ ശബ്ദവും സ്പർശവും കൂടി ചേർന്നിട്ട് ആ സ്പർശത്തിൽ നിന്ന് വായുവും ഉണ്ടായി. തസ്മാത് രൂപം, ആ വായുവിൽ നിന്ന് രൂപം ഉണ്ടായി. തതഃ മഹഃ, ആ രൂപത്തിൽ നിന്ന് അഗ്നി, തേജസ് അഥവാ അഗ്നി ഉണ്ടായി. അധ ച രസം, പിന്നെ ആ തേജസ്സിൽ നിന്ന്, അഗ്നിയിൽ നിന്ന് രസവും ഉണ്ടായി. തോയം ഗന്ധം മഹീം ച, ആ രസത്തിൽ നിന്ന് ജലവും, ജലത്തിൽ നിന്ന് ഗന്ധവും, ഗന്ധത്തിൽ നിന്ന് മഹി, ഭൂമിയും. വിഭോ സസർജിതഃ, സർവവ്യാപിയായ ഭഗവാനെ അങ്ങ് സൃഷ്ടിച്ചുവല്ലോ. മാധവ ഏവം, അലയോ മാധവ, ഗുരുവായൂരപ്പ, ഏവം ഇപ്രകാരം പൂർവകലനാത്ത്, മുൻപ് ഉണ്ടായ, ഏറ്റവും ആദ്യം ഉണ്ടായ ആ ഗുണങ്ങള്, ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, ഏറ്റവും ആദ്യം ഉണ്ടായ ഗുണങ്ങളോട് കൂടി ചേർന്നിട്ടുള്ള ആ പഞ്ചഭൂതങ്ങൾ, അവയെല്ലാം ആദ്യം ഉണ്ടായ ഗുണങ്ങളെല്ലാം കൂടി ചേർന്നിട്ട്, അതാണ് പൂർവകലനാത്ത്, ഏറ്റവും മുൻപ് ഉണ്ടായ ഈ ഗുണങ്ങളൊക്കെ കൂടിച്ചേർന്നിട്ട് ആദ്യ ധർമാന്വിതം, ആദ്യം ഏറ്റവും ആദ്യത്തെ ആ ധർമ്മങ്ങളോട് കൂടിയ ഇമം ഭൂതഗ്രാമം, ആ പഞ്ചഭൂതങ്ങളുടെ സമൂഹം അവിടെ ഭഗവാൻ ത്വമേവ, അല്ലയോ ഭഗവാനെ അവിടുന്ന് തന്നെ താമസിക അഹങ്കാരത്തിൽ നിന്നും പ്രകാശിപ്പിച്ചു അഥവാ സൃഷ്ടിച്ചു. അതായത് പഞ്ചഭൂതങ്ങളും ആ 5 ഗുണങ്ങളും സൃഷ്ടിക്കപ്പെട്ടതിനെ കുറിച്ചാണ് പറയുന്നത്. ഏറ്റവും ആദ്യം ശബ്ദ തന്മാത്രയാണ് ഉണ്ടായത്.
ആ ശബ്ദം എന്ന ഗുണത്തിൽ നിന്നും ആകാശമുണ്ടായി. നമുക്കറിയാം ആകാശം ഒരു സ്പേസ് ആണ് അത്. അവിടെ ശബ്ദം മാത്രമാണ് ഉള്ളത്. അപ്പൊ പഞ്ചഭൂതങ്ങളിൽ ആദ്യം ഉണ്ടായത് ആകാശം. ആകാശത്തിന് ഒരു ഗുണം മാത്രമേ ഉള്ളൂ, ശബ്ദം എന്ന ഗുണം. നമുക്ക് ആ സ്പേസിനെ കാണാനോ സ്പർശിക്കാനോ ഒന്നും സാധിക്കില്ല. ശൂന്യമായ ഒരു ശൂന്യതയാണ്, അതൊരു സ്പേസ് ആണ് അത്, ആകാശം എന്ന് പറയുന്നത്. അപ്പൊ അതിന് ശബ്ദം എന്നൊരു ഗുണം മാത്രമേ ഉള്ളൂ. അതാണ് ആദ്യം സൃഷ്ടിക്കപ്പെട്ടത്. പിന്നെ ആകാശത്തിൽ നിന്നും സ്പർശമുണ്ടായി. അപ്പോ രണ്ട് ഗുണങ്ങൾ വന്നു, ശബ്ദഗുണവും സ്പർശഗുണവും. ഈ രണ്ട് ഗുണങ്ങളോടും കൂടി ഉണ്ടായ രണ്ടാമത്തെ പഞ്ചഭൂതങ്ങളിൽ രണ്ടാമത് സൃഷ്ടിക്കപ്പെട്ടത് വായുവാണ്, അല്ലെ? അപ്പൊ വായുവിന് രണ്ട് ഗുണമാണ്, ശബ്ദഗുണമുണ്ട് സ്പർശഗുണമുണ്ട്. നമുക്കറിയാം കാറ്റടിക്കുമ്പോൾ ആ കാറ്റിന് ഒരു ശബ്ദം ഉണ്ട്, അത് നമ്മൾ കേൾക്കുന്നുണ്ട്. അതുപോലെ കാറ്റ് നമ്മുടെ ശരീരത്തിൽ വന്ന് അടിക്കുമ്പോൾ കാറ്റുണ്ട് എന്ന് നമുക്ക് സ്പർശനത്തിലൂടെ അറിയാൻ സാധിക്കും, അല്ലെ? കാറ്റിനെ നമ്മൾ അറിയുന്നത് സ്പർശ ഗുണത്തിൽ നിന്നാണ്. അപ്പോൾ വായുവിന് രണ്ട് ഗുണമാണ്, വായുവിന് ശബ്ദവും ഉണ്ട് സ്പർശ ഗുണവും ഉണ്ട്. ഇനി ആ വായുവിൽ നിന്ന് രൂപമുണ്ടായി. അപ്പോൾ രൂപം എന്നൊരു ഗുണവും അവിടെ ഉരുത്തിരിഞ്ഞു വന്നു. അങ്ങനെ ഈ ആദ്യമാദ്യം ഉണ്ടായ ഗുണങ്ങൾ കൂടി കൂടി ചേർന്ന് അവയെ സംബന്ധിച്ച് ഇങ്ങനെ അവയുടെ സംബന്ധം കൊണ്ട് അതായത് അവ കൂടി ചേർന്നിട്ടാണ് അടുത്തടുത്ത ഗുണങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ വായുവിൽ നിന്ന് രൂപം എന്നൊരു ഗുണവും ഉണ്ടായപ്പോൾ രൂപത്തിൽ നിന്ന് തേജസ് അഥവാ അഗ്നി ഉണ്ടായി. അപ്പോൾ അഗ്നിക്ക് മൂന്ന് ഗുണങ്ങളാണ്. പഞ്ചഭൂതങ്ങളിൽ മൂന്നാമതുണ്ടായത് അഗ്നി. അഗ്നിക്ക് മൂന്ന് ഗുണങ്ങളോട് കൂടിയാണ് ഉണ്ടായത്. അഗ്നിക്ക് ശബ്ദഗുണമുണ്ട് സ്പർശഗുണമുണ്ട് രൂപഗുണമുണ്ട്. നമുക്ക് ആ അഗ്നിയെ, തീ നമുക്ക് കാണാൻ സാധിക്കും, തീയെ നമുക്ക് തൊടാൻ സാധിക്കും. തീ കത്തുമ്പോൾ ആളി കത്തുന്നതിനൊരു ശബ്ദവും ഉണ്ട്. അപ്പോൾ അഗ്നിക്ക് ശബ്ദവും സ്പർശവും രൂപവും മൂന്ന് ഗുണങ്ങളോട് കൂടി അഗ്നിയും ഉണ്ടായി. ഇനി അഗ്നിയിൽ നിന്ന് രസം എന്ന ഗുണം ഉണ്ടായി. അപ്പോൾ രസം എന്ന ഗുണത്തോടു കൂടി ജലവും അവിടെ സൃഷ്ടിക്കപ്പെട്ടു. അപ്പൊ ജലത്തിന് നാല് ഗുണങ്ങൾ. പഞ്ചഭൂതങ്ങളിൽ നാലാമതായിട്ട് ജലമുണ്ടായി. ജലം നാല് ഗുണങ്ങളോട് കൂടിയാണ് ഉണ്ടായത്. അതായത് ആദ്യം ഉണ്ടായത് ശബ്ദം സ്പർശം രൂപം രസം. നമുക്ക് ജലം കാണാൻ സാധിക്കും, തൊടാൻ സാധിക്കും. ജലം ഒഴുകി വരുമ്പോൾ അതിന് ശബ്ദമുണ്ട്, അതിനെ നമുക്ക് സ്പർശിക്കാൻ സാധിക്കും. ജലത്തെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ആ രൂപവും ഉണ്ട് ജലത്തിന്. വെള്ളം കുടിക്കുമ്പോൾ അതിനൊരു രസവും ഉണ്ട്, അല്ലെ? രസഗുണവും ഉണ്ട് ജലത്തിന്. അപ്പോൾ ജലത്തിന് നാല് ഗുണങ്ങളോട് കൂടിയ പഞ്ചഭൂതങ്ങളിൽ നാലാമത്തെ ജലവും ഉണ്ടായി. ഇനി ജലത്തിൽ നിന്ന് ഗന്ധമുണ്ടായി. അപ്പോൾ ഗന്ധത്തോടു കൂടി ഭൂമി എന്ന പഞ്ചഭൂതങ്ങളിൽ അഞ്ചാമത്തെയും സൃഷ്ടിക്കപ്പെട്ടു. അപ്പോൾ ഭൂമിക്ക് 5 ഗുണങ്ങളുമുണ്ട്. അതായത് ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം, അല്ലെ? ഭൂമിക്ക് ഒരു ഗന്ധമുണ്ട്, ഒരു മണമുണ്ട് മണ്ണിന്. അതുപോലെ ഭൂമിയെ നമുക്ക് കാണാം, തൊടാം. ഭൂമിക്കൊരു ശബ്ദമുണ്ട്, ഭൂമിക്കൊരു രസവും ഉണ്ട്, മണ്ണിനൊരു രുചിയുമുണ്ട്. അങ്ങനെ പഞ്ചഭൂതങ്ങൾ 5ഉം സൃഷ്ടിക്കപ്പെട്ടു. ഇതിൽ ഏറ്റവും ആദ്യമുണ്ടായ ആകാശത്തിന് ഒരൊറ്റ ഗുണം മാത്രമേ ഉള്ളൂ, അതൊരു ശൂന്യമായ സ്പേസ് ആയതുകൊണ്ട് ശബ്ദഗുണം മാത്രമേ ഉള്ളൂ. ഏറ്റവും അവസാനമുണ്ടായ ഭൂമിക്കാണ് 5 ഗുണങ്ങളും ഉള്ളത്. ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം, ഈ 5 ഗുണങ്ങളോടും കൂടിയത് ഭൂമിയാണ്. അതിന് തൊട്ടുമുകളിൽ ഉണ്ടായത് ജലമാണ്. ജലത്തിന് 4 ഗുണങ്ങളാണ് ഉള്ളത്. ജലത്തിന് ഗന്ധമില്ല, 4 ഗുണങ്ങളാണുള്ളത്. അതിന് മുകളിൽ ഉണ്ടായത് അഗ്നിയാണ്. അഗ്നിക്ക് 3 ഗുണങ്ങൾ, ശബ്ദവും സ്പർശവും രൂപവും. അതിന് മുകളിൽ മുൻപ് വായുവാണ് ഉണ്ടായത്. വായുവിന് 2 ഗുണം, ശബ്ദവും സ്പർശവും. ഏറ്റവും ആദ്യമുണ്ടായ ആകാശത്തിന് ഒരൊറ്റ ഗുണം, ശബ്ദഗുണം മാത്രം. അങ്ങനെ താമസികമായ അഹങ്കാരത്തിൽ നിന്നും ശബ്ദ തന്മാത്ര ഉണ്ടായപ്പോൾ അതിൽ നിന്നും പഞ്ചഭൂതങ്ങളും 5 ഗുണങ്ങളും, ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം, 5 ഗുണങ്ങളും പഞ്ചഭൂതങ്ങളും അവിടെ സൃഷ്ടിക്കപ്പെട്ടു. ശ്ലോകം 9. ഏതേ ഭൂതഗണാസ്തദേന്ദ്രിയഗണാ ദേവാശ്ച ജാതാപൃതം നോശേ കുർഭുവനാണ്ഡ നിർമ്മിതി വിധൗ ദേവൈരമീഭിസ്തദാ ത്വം നാനാവിധ സൂക്തിഭിനുത ഗുണാസ്തത്വാന്യമൂന്യാവിശം ചേഷ്ടാശക്തിമുദീര്യ താനി ഘടയൻ ഹൈരണ്യമണ്ഡം വ്യഥാ. ഏതേ ഭൂതഗണഃ തഥാ ഇന്ദ്രിയഗണഃ
ദേവഃ ച ജാതാ പൃഥങ് നോ ശേകുഃ ഭുവനാണ്ഡ നിർമ്മിതി വിധൗ ദേവൈഃ അമീഭിഃ തഥാ ത്വം നാനാവിധ സൂക്തിഭിः നുതഗുണ തത്വാനി അമൂനി ആവിശം ചേഷ്ടാശക്തി ഉദീര്യ താനി ഘടയൻ ഹൈരണ്യം അണ്ഡം വ്യഥാ. അർത്ഥം: ഏതേ ഇപ്രകാരം ഭൂതഗണഃ പഞ്ചഭൂതങ്ങളുടെ കൂട്ടം, ആ പഞ്ചഭൂതങ്ങളും അവയുടെ ഗുണങ്ങളും ഇവയെല്ലാം തഥാ അതുപോലെ ഇന്ദ്രിയഗണഃ ഇന്ദ്രിയങ്ങളുടെ കൂട്ടവും ദേവഃ ച ജാത ദേവന്മാരും അവയൊക്കെ നിയന്ത്രിക്കുന്ന ദേവന്മാരും ജാത ഉണ്ടായി എങ്കിലും പൃഥക് പൃഥക് എന്ന് വെച്ചാൽ വെവ്വേറെ, ഇവയെല്ലാം വേറിട്ടിട്ട് നിൽക്കുകയായിരുന്നു. അതിനാൽ നോ ശേഖു ഇവർക്കൊന്നും ശക്തിയുണ്ടായിരുന്നില്ല. ഭുവനാണ്ഡ നിർമ്മിതി വിധൗ ബ്രഹ്മാണ്ഡത്തെ നിർമ്മിക്കുക എന്ന കർമ്മത്തിന്, ആ കാര്യത്തിന് ഇവയ്ക്കൊന്നും ശക്തിയുണ്ടായിരുന്നില്ല. ദേവൈ അമീബിസ്തത ദേവൈ അമീബി ഈ ദേവന്മാർക്കൊന്നും തന്നെ അതിനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല എന്നർത്ഥം. അതായത് ഇപ്രകാരം അഹങ്കാരം മൂന്നായി പിരിഞ്ഞ് സാത്വികവും രാജസികവും താമസികവും. സാത്വിക അഹങ്കാരത്തിൽ നിന്നും പഞ്ചേന്ദ്രിയങ്ങളുടെയും കർമ്മേന്ദ്രിയങ്ങളുടെയും ഒക്കെ നിയന്ത്രിക്കുന്ന ദേവന്മാരുണ്ടായപ്പോൾ രാജസിക അഹങ്കാരത്തിൽ നിന്നും പഞ്ചേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും 10 ഇന്ദ്രിയങ്ങളും ഉണ്ടായി. താമസിക അഹങ്കാരത്തിൽ നിന്ന് പഞ്ചഭൂതങ്ങളും 5 ഗുണങ്ങളും ഒക്കെ ഉണ്ടായി എങ്കിലും ഇവയെല്ലാം തന്നെ, ഈ തത്വങ്ങളൊക്കെ ഇങ്ങനെ വേറിട്ട് നിൽക്കുകയായിരുന്നതിനാൽ ഈ ബ്രഹ്മാണ്ഡത്തെ നിർമ്മിക്കുക എന്ന കർമ്മത്തിന് ഇവയ്ക്കൊന്നും ശക്തി ഉണ്ടായിരുന്നില്ല. കാരണം ഇവ ഒന്നും ചലിക്കുന്നുണ്ടായിരുന്നില്ല. ഈ തത്വങ്ങളൊക്കെ വേറിട്ട് നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവ ബ്രഹ്മാണ്ഡത്തെ നിർമ്മിക്കാൻ ഇവയ്ക്ക് ശക്തി ഉണ്ടായിരുന്നില്ല. തഥാ അപ്പോൾ ത്വം അങ്ങ് നാനാവിധ സൂക്തിഭീനുത ഗുണ പല വിധത്തിലുള്ള നാനാവിധത്തിലുള്ള സൂക്തങ്ങൾ കൊണ്ട് കീർത്തിക്കപ്പെട്ട ഗുണങ്ങളോടുകൂടിയ ഗുണങ്ങളോടുകൂടിയ ത്വം അങ്ങ് എന്തു ചെയ്തു? അമൂനി തത്വാനി അവിശൻ ഈ തത്വങ്ങളിലേക്ക് അങ്ങ് പ്രവേശിച്ചു എന്ന്. അങ്ങനെ വേറിട്ട് നിൽക്കുന്ന പഞ്ചഭൂതങ്ങള്, പഞ്ചേന്ദ്രിയങ്ങള്, കർമ്മേന്ദ്രിയങ്ങള് ഇവയെല്ലാം തത്വങ്ങളായി വെവ്വേറെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇവയ്ക്ക് ചലിക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല. ഈ സമയം ആ പ്രകൃതി ശക്തി അതിനകത്തേക്ക് പ്രവേശിച്ചു. ഈ ദേവന്മാരെല്ലാവരും ഭഗവാനെ സ്തുതിച്ചു. ഭഗവാന്റെ ഗുണങ്ങളോടുകൂടി കൊണ്ട് കീർത്തിച്ചപ്പോൾ, സ്തുതിച്ചപ്പോൾ ആ പ്രകൃതി ശക്തി, അതായത് ആ ശക്തിയെ, ആ പ്രകൃതിയെ ആരാധിച്ചപ്പോൾ ആ പ്രകൃതി ശക്തി ഈ തത്വങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ ചേഷ്ടാശക്തിയും ഉദീര്യ ചലിക്കാനുള്ള ശക്തി അവയ്ക്ക് ഉണർന്നു. അങ്ങനെ ഉണർന്നിട്ട് താനി ഘടയൻ ഇവയെല്ലാം കൂടിച്ചേർന്നു. ശക്തി ലഭിച്ചപ്പോൾ ഈ തത്വങ്ങളൊക്കെ ചലിക്കാൻ തുടങ്ങി, ഇളകി. അപ്പോൾ ഈ വേറിട്ട് നിൽക്കുന്ന ഈ തത്വങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് ഹൈരണ്യം അണ്ഡം സ്വർണമയമായ ഹിരൺമയമായ അണ്ഡത്തെ വ്യഥാ സൃഷ്ടിച്ചു എന്ന്. അതാണ് ബ്രഹ്മാണ്ഡം എന്ന് വിളിക്കുന്നത്. അതായത് ഈ തത്വങ്ങളൊക്കെ 3 വിധത്തിലുള്ള അഹങ്കാരത്തിൽ നിന്നും ഉണ്ടായ പഞ്ചേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ എന്നിവയുടെയൊക്കെ അധിഷ്ഠാന ദേവന്മാർ, അതുപോലെ 10 ഇന്ദ്രിയങ്ങള്, അതുപോലെ പഞ്ചഭൂതങ്ങള്, ഗുണങ്ങള്, ഇവയൊക്കെ തത്വങ്ങളായി വേറിട്ട് നിൽക്കുകയായിരുന്നു, ചലിക്കാൻ കഴിയാതെ. അപ്പോൾ ഈ ദേവന്മാരെല്ലാവരും ചേർന്ന് ഭഗവാനെ അങ്ങ് സ്തുതിച്ചപ്പോൾ ആ ഭഗവാൻ ആ പരമാത്മാവിന്റെ ഉള്ളിലിരിക്കുന്ന, പരമാത്മാവിൽ തന്നെ ഇരിക്കുന്ന ആ പ്രകൃതി ശക്തി, ആ ശക്തി ഭഗവാൻ ഇതിനകത്തേക്ക് പ്രവേശിച്ചപ്പോഴാണ് ഇവയ്ക്ക് ചലിക്കാൻ കഴിയുന്നത്. അതായത് ശക്തി പ്രവേശിക്കുമ്പോഴാണ് ചലിക്കാൻ സാധിച്ചത് എന്നർത്ഥം. ആ ശക്തി കിട്ടിയപ്പോൾ ഇളക്കം തട്ടി ഈ തത്വങ്ങളെല്ലാം അനങ്ങാൻ തുടങ്ങി. ഇവയെല്ലാം കൂടി ഒരുമിച്ചങ്ങ് കൂടിച്ചേർന്നിട്ട് ഒരു അണ്ഡരൂപത്തിൽ, സ്വർണമയമായ ഒരു അണ്ഡരൂപത്തിൽ ആയി തീർന്നു. ഇതാണ് ബ്രഹ്മാണ്ഡം എന്ന് പറയുന്നത്. അവിടെ ബ്രഹ്മാണ്ഡം സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. ശ്ലോകം 10. അണ്ഡം തത് ഖലു പൂർവസൃഷ്ടസലിലേ തിഷ്ഠത് സഹസ്രം സമാ നിർഭിന്ദന്ന കൃതാ ചതുർദശ ജഗത് രൂപം വിരാടാഹ്വയം സാഹസ്രൈകരപാദമൂർധനിവഹൈർ നിശേഷ ജീവാത്മകാ
നിർബാധോസി മരുത്പുരാധിപ സമാം ത്രായസ്വ സർവാമയാ. അണ്ഡം തത് ഖലു പൂർവസൃഷ്ടസലിലേ തിഷ്ടത് സഹസ്രം സമാ നിർഭിന്ദൻ അകൃതാ ചതുർദശ ജഗത് രൂപം വിരാടാഹ്വയം. സാഹസ്രൈഃ കരപാദമൂർധനിവഹൈഃ നിശേഷജീവാത്മകഃ നിർബാധഃ അസി മരുത്പുരാധിപ സ മാം ത്രായസ്വ സർവാമയാത്. അണ്ഡം തത് ഖലു, ഭഗവാനെ അങ്ങ് നിർമ്മിച്ച, അങ്ങ് സൃഷ്ടിച്ച ആ അണ്ഡം, ആ സ്വർണമയമായ ആ അണ്ഡം പൂർവസൃഷ്ടസലിലെ ഏറ്റവും ആദ്യമായി സൃഷ്ടിച്ച കാരണജലത്തിൽ, ഏറ്റവും ആദ്യമുണ്ടായ കാരണജലത്തിൽ തിഷ്ടത് സാഹസ്രം സമാ 1000 സംവത്സരം മുഴുവനും അങ്ങനെ സ്ഥിതി ചെയ്തു എന്ന്. ആ സ്വർണമയമായ ആ അണ്ഡം, ഹിരണ്യാണ്ഡം ഏറ്റവും ആദ്യമുണ്ടായ കാരണജലത്തിൽ, പ്രപഞ്ച സൃഷ്ടിക്ക് മുൻപുണ്ടായ കാരണജലത്തിൽ 1000 സംവത്സരം അങ്ങനെ മുങ്ങിക്കിടന്നു. പിന്നീട് നിർബിന്ധൻ, അങ്ങ് തന്നെ ആ അണ്ഡത്തെ വിഭജിച്ചിട്ട് പൂർണ്ണമായും അങ്ങ് പിളർത്തിയിട്ട് അകൃത ചതുർദശ ജഗത്ത് 14 ലോകങ്ങളോട് കൂടിയ വിരാടാഹ്വയം രൂപം, ഒരു വിരാട് എന്ന പേരുള്ളതുമായ ഒരു പുരുഷ രൂപത്തെ സൃഷ്ടിച്ചു. അങ്ങ് തന്നെ ആ 1000 സംവത്സരങ്ങൾക്ക് ശേഷം കാരണജലത്തിൽ മുങ്ങിക്കിടക്കുന്ന ഈ ബ്രഹ്മാണ്ടത്തെ അങ്ങ് തന്നെ അങ്ങ് പിളർത്തിയിട്ട് 14 ലോകങ്ങളോട് കൂടിയ വിരാട് രൂപനെ സൃഷ്ടിച്ചു. പിന്നീട് സാഹസ്രേ, ഈ വിരാട് രൂപനെ ആയിരക്കണക്കിന് കരപാദ മൂർധനിവഹേ, ആയിരക്കണക്കിന് കൈകളും കാലുകളും ശിരസുകളോടും കൂടിയ ഈ വിരാട് രൂപൻ നിശേഷ ജീവാത്മക, സമസ്ത ജീവജാലങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് നിർബാധ അസി, അങ്ങ് വിളങ്ങി നിന്നു, പ്രകാശിച്ചു നിന്നു. മരുത്പുരാധിപ, അല്ലയോ ഗുരുവായൂരപ്പ, സമാം സർവാമയാത് ത്രായസ്വ, അങ്ങനെയുള്ള ഗുരുവായൂരപ്പ, അങ്ങ് എൻ്റെ എല്ലാ രോഗങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. അതാണ് ആ ഭാഗവതത്തിൽ പറയുന്ന, ദ്വിതീയ സ്കന്ധത്തിൽ പറയുന്ന ആ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയെ കുറിച്ചാണ് ശ്രീ മേൽപ്പത്തൂര് ഈ ഒരു ദശകത്തില് വർണ്ണിച്ചിരിക്കുന്നത്. ആ സകല തത്വങ്ങളും കൂടിച്ചേർന്ന ബ്രഹ്മാണ്ടമായി ആ ബ്രഹ്മാണ്ടം കാരണജലത്തിൽ 1000 സംവത്സരം അങ്ങനെ മുങ്ങിക്കിടന്ന് അവസാനം ഭഗവാൻ തന്നെ ആ ബ്രഹ്മാണ്ടത്തെ പിളർത്തി വിഭജിച്ചു കളഞ്ഞു. അങ്ങനെ ആ ബ്രഹ്മാണ്ടം പൊട്ടി അതിൽ നിന്നും 14 ലോകങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള വിരാട് സ്വരൂപൻ, പുരുഷ രൂപത്തിൽ വിരാട് സ്വരൂപൻ ഉണ്ടായി. ആ പ്രകൃതി എടുത്ത ആദ്യത്തെ സ്ഥൂല രൂപം, ഏറ്റവും വലിയ സ്ഥൂല രൂപം വിരാട് സ്വരൂപ രൂപം, ആ രൂപത്തിൽ ആയിരക്കണക്കിന് ശിരസ്സുകളും ആയിരക്കണക്കിന് കൈകാലുകളോടും കൂടിയ സകല ചരാചരങ്ങളെയും, സമസ്ത ചരാചരങ്ങളെയും ഉൾക്കൊണ്ടതായി ആ വിരാട് സ്വരൂപൻ അങ്ങനെ പ്രകാശിച്ചു നിന്നു. അങ്ങനെയുള്ള ഗുരുവായൂരപ്പ, അങ്ങനെയൊക്കെ പ്രകൃതി, ആ ഗുരുവായൂരപ്പൻ, ആ ഭഗവാൻ അങ്ങനെയൊക്കെ സൃഷ്ടിച്ച ആ ഗുരുവായൂരപ്പ, അങ്ങ് എന്നെയും എൻ്റെ ഈ സകല രോഗങ്ങളിൽ നിന്നും മുക്തി തരേണമേ, അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ട് ദശകം 5 ഇവിടെ അവസാനിക്കുകയാണ്.